വേറെ എവിടെയെങ്കിലൊക്കെ പോയിട്ടുണ്ടോ? വേറെ ഏതെങ്കിലും ഇല്ലൊക്കെ പോയിട്ടുണ്ടോ? എവിടേക്കാ? ഇനി പോവാൻ വല്ലോടെ ഉണ്ടാ? അപ്പൊ പിന്നെ ഇവിടെയും കൂടി പോയി വന്ന് അല്ല, ഞാൻ അതിൽ ചോദിച്ചില്ല. നീ കണ്ടു കണ്ടില്ല എന്നൊന്നും ഞാൻ പറഞ്ഞില്ല. അതായത് എന്റെ പണിക്കരില്ലം തൊട്ട് അവിടെ നിങ്ങൾ മണിമാളിക പോലെയുള്ള എല്ലാ ഇല്ലത്തും കയറി ഇറങ്ങി അല്ലേ? നക്ഷത്രം എന്ന് പറഞ്ഞു സമയത്തിന് മോശമുണ്ട്. അതിൻ്റെ കുഴപ്പം, അല്ലാണ്ട് എന്റെ കുറ്റമൊന്നുമല്ല. അതിപ്പോ എന്താ ചെയ്തു തരണ്ടേന്ന് ഇനി മകനെ പറയുള്ളൂ. അതിനെന്താ കാര്യം? ഏതെങ്കിലും സ്ഥാപനത്തിൽ നിന്ന് എടുത്തു നിർത്തുന്നതാണോ അതോ നീ സ്വന്തമായിട്ട് അപ്രകാരം മധുരമുള്ളതായ അത് തന്നെയല്ലേ ചോദിച്ചു. പിന്നെ നീ സ്വന്തം എന്ന് പറഞ്ഞാൽ ശരിയാവും. വേറെ സ്ഥാപനത്തിൽ നിന്ന് എടുത്ത് കഴിഞ്ഞിട്ട് നീ അതെടുത്ത് പ്രവർത്തിക്കുന്നു അല്ലേ? അതല്ല കാര്യം. അപ്പൊ ഒരു 10 കർമ്മം പ്രവർത്തിച്ച ഒരു മധു, ഒരു കോടിയാളോ, ഒരു പാത്രം നെയ്യ് എല്ലാ ചൊവ്വാഴ്ച ദിവസങ്ങളും എന്റെ കർമ്മം കഴിഞ്ഞിട്ട് നിന്റെ രക്തത്തിൽ വരണേ. അപ്പൊ എല്ലാ ചൊവ്വാഴ്ച ദിവസങ്ങളിലും ആ ദേശത്ത് കാളിക ആസ്ഥാനത്ത് ചുവന്ന പൂക്കൾ കൊണ്ടൊരു ഹാരം, അല്ലെങ്കിൽ ചുവന്ന പൂക്കൾ കൊണ്ടൊരു ഹാരം കെട്ടിക്കൊടുക്കുക, അതല്ലെങ്കിൽ ചുവന്ന പൂക്കൾ അർച്ചന ചെയ്യാനായിട്ട് കൊടുക്കുക നിന്റെ പേരിൽ. മനസ്സിലാവണ്ട? എല്ലാ ചൊവ്വാഴ്ചയും കൊടുത്ത് ആ കാർത്തിക നക്ഷത്രത്തിൽ ഒന്ന് സമയം ഒന്ന് മാറിക്കോട്ടെ, നിനക്ക് ഞാൻ വഴി ഉണ്ടാക്കി തരാം. എൻ്റെ കർമ്മം കഴിഞ്ഞ് ഞാൻ എനിക്കൊരു ചെമ്പോലത്തെട്ട് തരാം. ആ ചെമ്പോലത്തെട്ട് കൊണ്ടുവന്ന് നിൽക്കാം. പിന്നെ നീ വേറെ അവിടെ നിന്നൊക്കെ വല്ല പൊരുളും കയ്യിലുണ്ടോ? നിന്റെ കയ്യിൽ എങ്ങനെ ഇങ്ങനത്തെ രൂപ വിഗ്രഹമാണോ? അതെന്തോരം വലുപ്പുണ്ടെന്ന ചോദ്യം. അതിന് കുഴപ്പമില്ല. ഞാൻ വിഗ്രഹ സങ്കല്പത്തിനെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇതൊന്ന് പ്രവർത്തിച്ചു. ഞാൻ വഴി ഉണ്ടാക്കിയിട്ട് എന്റെ ഭവനത്തിന്റെ 4 ഭാഗത്തിരുന്നുള്ളുന്നുണ്ട്. ഭവനം ആ സ്ഥാപനം കൂടി ഒരുമിച്ചാണ്. അന്ന് ആ സ്ഥാപനത്തിന്റെ 4 ഭാഗത്തിരുന്നുള്ള മണ്ണ്, നിന്റെ ഭവനത്തിന്റെ 4 ഭാഗത്തിരുന്നുള്ള മണ്ണ്, ഇത് രണ്ടും എടുത്തോ. നിന്റെ ആ സ്ഥാപനത്തിൽ എത്ര പേര് കർമ്മം ചെയ്യുന്നവരുണ്ട്? അല്ല, അപ്പൊ നീ കൊണ്ടുപോയി വിറ്റുവില മാറോ? അതെങ്ങനെയാണ് ഇതിന്റെ കണക്ക്? അതൊക്കെ നിന്റെ പണിയാളാറ് നക്ഷത്രം എന്താ? കുഴപ്പമില്ല. ഈ കന്യമാസത്തിൽ 1000 കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല സമയമാണ്. ഒന്നും കൂടി നല്ല സമയം ആ ഉണ്ണിക്ക്. ആ സ്ഥാപനത്തിന്റെ പേരുണ്ടാ? അപ്പൊ അതൊന്ന് എഴുതി കൊടുത്തു കേട്ടോ. ശരീരം 2 ശരീരം 4 തീ കൊടുക്കുക. എന്നിട്ട് ഞായറാഴ്ച വരെ
ഉണ്ണിയുടെ പേരെന്ന് എഴുതി കൊടുക്കും. ആ പറഞ്ഞ ഉണ്ണിയുടെ പേര് കേട്ടോ. അല്ലെങ്കിൽ ആ നിന്റെ വാഹനങ്ങൾ ഇട്ട് വയ്ക്കുന്ന നിരത്തില്ലേ, അതിൽ എത്ര വാഹനങ്ങളുണ്ട് അവരുടെയൊക്കെ പേര് എഴുതി കൊടുക്കും. അത് പറ്റില്ലേ? ഇതിപ്പോ നക്ഷത്രം എന്താ ഉണ്ണിയുടെ ഇത്തിരി സമയത്ത് നല്ലതാ. നീ പേടിക്കുന്ന ഞാൻ അതുപോലെ തന്നെ ആവശ്യമില്ലാത്ത അവർക്കും വാഹനമുള്ളത് അവരെ നിന്റെ വാഹനത്തിനകത്ത് കയറ്റിയിരിക്കാനിട്ട് കഥ പറയാൻ നിർത്തണ്ട. മനസ്സിലായില്ല? വെറുതെ കഥ പറയാൻ നിൽക്കണം. ചില ഉണ്ണികൾക്ക് അങ്ങനെ കിട്ടിയിട്ടുണ്ട്. വെറുതെ ആ ഉണ്ണിയുടെ വാഹനം അവിടെ മുന്നിലോ പിന്നിലോ ഇട്ടിട്ട് നിന്റെ വാഹനത്തിൽ അല്ലെങ്കിൽ ചില ഉണ്ണികളുടെ വാഹനത്തിൽ വന്നിരുന്ന് ഞാനിട്ട് കഥ പറയുന്നത് സമ്പ്രദായമുണ്ട്. അത് വേണ്ട ഉണ്ണി. ഇതാ ഒന്ന് ശ്രദ്ധിച്ചാൽ നിന്നെ വീഴ്ത്താനൊന്നും പറ്റില്ല. നീ പൊക്കോ, ഞാനുണ്ട്. നീ പൊക്കോ. അതിലാണ് കഥ. സമയത്തിന്റെ ദോഷമൊന്നുമില്ല. സമയം നല്ലതല്ല. ചുറ്റിലക്കാർക്ക് ആരെങ്കിലായിട്ട് തിറക്കണ്ട. നിന്റെ ബന്ധു മിത്രാദികളോ അല്ലെങ്കിൽ ആരെങ്കിലൊക്കെ ആയിട്ട് തിറക്കണ്ടാവും. നിന്റെ പിതാവായിട്ടോ നിന്റെ ഭവനത്തിലെ മണ്ണ് സംബന്ധമായിട്ടോ അതിര് സംബന്ധമായിട്ടോ നിന്റെ കൂടപ്പുറപ്പുകളായിട്ടോ സ്വന്തക്കാരായിട്ടോ ബന്ധുക്കാരായിട്ടോ വല്ല തർക്കണ്ടോന്നാ ചോദ്യം. അത് തന്നെയല്ലേ ചോദിച്ചത്. എന്റെ പിതാവിന്റെ സ്വന്തക്കാരെന്ന് പറയുമ്പോ പിന്നെ ഇങ്ങനെയാ? രണ്ട് പിതാവുണ്ടാകുന്നു ഇല്ലില്ല. ഞാൻ പിതാവിന്റെ എന്നല്ലല്ലോ പറഞ്ഞു. തെറ്റിയിട്ടൊന്നുമില്ല. എനിക്ക് തെറ്റില്ല. അതുകൊണ്ടാ ചോദിച്ചു. മംഗല്യം കഴിഞ്ഞില്ലേ? പിണിയാളുടെ നക്ഷത്രം പറഞ്ഞു. സമയമൊക്കെ നല്ലതാണ്. രണ്ടുപേരും ഭവനുണ്ടാ? നിന്റെ പേരിൽ ഭവനുണ്ടോന്ന് ചോദിച്ചില്ല. പിന്നിങ്ങനെ എത്ര പേരുണ്ട്? അപ്പൊ വീതം വെച്ച് കിട്ടിയില്ല നിനക്ക്? പിന്നെങ്ങനെ നിന്റെ പറയാ? അത് തന്നെയല്ലേ ചോദിച്ചു. ഞാൻ നിന്റെ ആണോ എന്ന് ചോദിച്ചതല്ലേ? ആ പിതാവിന്റെ മണ്ണ് നീയും ഒരു കൂടപ്പുറപ്പും കൂടി. അപ്പൊ രണ്ടുപേർക്കായില്ലേ? നിനക്ക് തന്നെ വല്ലതുണ്ടോന്നാ ചോദ്യം. എവിടെ കർമ്മം ചെയ്യണം? മുളലാരിൽ. എന്താ കർമ്മം നിൽക്കുന്നത്? അവിടെ ആരെങ്കിലും ഉണ്ണികളായിട്ടുള്ള തർക്കമുണ്ടായിട്ടുണ്ടോ? അവിടെ ശരി ബലമായ വഴക്ക്. അതുകൊണ്ട് തന്നെ നീ അപ്പൊ രണ്ടോ മൂന്നോ പുരുഷ പ്രതിമ കൊണ്ടുവരാം. എന്റെ ഭവനത്തിന്റെ 4 ഭാഗത്തിരുന്നുണ്ട് മണ്ണ്, ഒരു മധു, ഒരു കൂടിയാട, ഒരു പാത്രം നെയ്യ് കൊണ്ടുപോവാ. ഞാൻ നിനക്കൊരു ചെമ്പോല തകട് തരാം. എന്നാ പോണേ? അപ്പൊ ചെമ്പോല തകട് കൊണ്ടുപോക്കോ. ഞാൻ വഴി ഉണ്ടാക്കി തരാം. മണ്ണെങ്ങാനും വാങ്ങാൻ നിശ്ചയമുണ്ടാ? അത് ഞാൻ കയറ്റി തരാന്ന് പറഞ്ഞില്ല. ഞാൻ ചോദിച്ചെന്നെ ഉത്തരത്തിരിക്കുക. മണ്ണ് നീ വേറെ വാങ്ങാൻ നിശ്ചയിച്ചില്ല. അല്ല നീ ഉദ്ദേശിച്ചൊന്നും വെച്ചില്ല. സാമ്പത്തികം ഞാൻ ഉണ്ടാക്കി തരാം. നിന്റെ പിണിയാളെന്നെത്താന്നുണ്ട്. നിനക്ക് മണ്ണം അതിനകത്ത് കോരിയും ചമയ്ക്കാനുള്ള യോഗമുണ്ട്. അതുകൊണ്ട് ചോദിച്ചതാണ്. അത് നടപടിയാക്കുന്നത് നീയാ, ഞാനല്ല. ഞാനതിന്റെ പിന്നിലും മുന്നിലും നിന്നും പ്രവർത്തിക്കാം. നീ എൻ്റെ ഒപ്പം നിന്ന് കഴിഞ്ഞാൽ അടുത്ത ആണ്ടക്കോൾക്ക് ഇതേ സമയമാകുമ്പോഴേക്ക് നിനക്കൊരു മണ്ണും കോരി ഞാനുണ്ടാക്കി തരും. അതെന്റെ വാക്ക്. അതിന് നീ എൻ്റെ ഒപ്പം നിന്നാൽ ഞാൻ പ്രവർത്തിച്ചു തരാം. നിന്റെ സമയം നല്ലതാ. അതുകൊണ്ടാണ് ചോദിച്ചത്. നിന്റെ പിണിയാളരുടെ സമയം നല്ലതാ. മനസ്സിലായ? ഇതെത്ര
പിടി മണ്ണുണ്ട് ഇപ്പൊ തങ്ങിപ്പോ? അപ്പൊ അതിന്റെ പകുതി വിഹിതം കിട്ടുമല്ലോ. എന്റെ പിതാവുണ്ടാക്കിയ മുതലാണോ? എല്ലാവർക്കും തുല്യ അവകാശമാണെന്ന ചോദ്യം. മനസ്സിലായില്ല. 17-18 പിടി മണ്ണുണ്ടാ മൊത്തം വീതം വയ്ക്കുന്ന 9 പിടി മണ്ണ് നിനക്കുണ്ട് അവകാശം. പിന്നെ എന്തിനാ അങ്ങേര് തരുന്നു നീ കൈ നീട്ടി വാങ്ങാൻ നിൽക്കണെന്തിനാ? നിനക്കതിൽ അവകാശം കിടക്കണ്ടോന്ന ചോദ്യമുള്ളൂ. അപ്പൊ നിനക്ക് വേണ്ടേ? നീ തന്നെ പോയി ആ ഉണ്ണി തരണീ വാങ്ങാന്ന് പറഞ്ഞു. നീ ഏതെങ്കിലും ഒന്നിൽ ഉറച്ചു. നീ പറഞ്ഞിട്ടുണ്ടോ എനിക്ക് വേണ്ടാന്നുള്ളത്? മനസ്സിലായില്ല. നീ നിന്റെ പിതാവിന് തുല്യമായ ജ്യേഷ്ഠനോട് പറഞ്ഞിട്ടുണ്ടോ എനിക്ക് വേണ്ട, ഇത് മൊത്തം നീ എടുത്തോന്ന് പറഞ്ഞിട്ടുണ്ടോ? അതെ, നന്നായി. എന്റെ കാര്യം അപ്പൊ നീ എന്റെ ഇപ്പൊ വെള്ളില്ല എന്ന് പറഞ്ഞു. അപ്പൊ നീ വെള്ളിയുള്ള ആളല്ല ഇങ്ങനെ പറയുള്ളൂ അല്ലേ? പിതാവിന്റെ മണ്ണ് അത് എനിക്കും കൂടി തുല്യമായ അവകാശമുള്ള മണ്ണ് പിതാവ് തരാൻ സന്നദ്ധനാകുമ്പോൾ നീ ആ മണ്ണ് മൊത്തമായിട്ട് നിന്റെ ജ്യേഷ്ഠനെ കൊടുക്കാൻ നീ സന്നദ്ധനാകുമ്പോൾ അപ്പൊ നിന്റെ കയ്യിൽ ഇപ്പുറത്ത് മാർഗം ഉണ്ടാവണ്ടേ അല്ലേ? അങ്ങനെയുണ്ടാ? മാർഗണ്ടാ? അല്ലെ പിന്നെന്താ അങ്ങനെ ചെയ്യാന്ന് വെച്ചേ? എന്നിട്ട് എന്തില്ലാതെ നീ അത് വേണ്ടാന്ന് പറഞ്ഞ് എഴുതി കൊടുത്ത നീ ആ പറഞ്ഞിട്ട് വരുമ്പോ അവിടെ നിന്ന് മനസ്സിലായ? നീ വേണ്ടാന്ന് പറഞ്ഞ് എഴുതി ഒപ്പുവെച്ച് കൊടുത്തെങ്കിൽ അപ്പൊ നീ ഇറങ്ങേണ്ടി വരുന്നു. മനസ്സിലായില്ല? ഇപ്പൊ രണ്ടുപേർക്കുള്ളത് കാരണം മിണ്ടാതിരിക്കുന്നു. മനസ്സിലായില്ല? ആ ഉണ്ണിയുടെ തന്നെ പക്കലായി കഴിഞ്ഞാൽ നിനക്ക് അവിടെ നിന്ന് ഇറങ്ങാന്ന്. അത് നിനക്ക് വേണ്ടാന്ന് നീ വേറെ മണ്ണ് കണ്ടുവെച്ച് അതൊക്കെ ഞാൻ മാറ്റി തരാം. നിന്റെ സമയം നല്ലത്. ഇനിയൊക്കെ നിന്റെ വിഷയം. നിന്റെ ജ്യേഷ്ഠത്തിന്റെ സ്വഭാവം നല്ലതാണോ? മനസ്സിലായില്ല. കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ അതിൽ എന്തെങ്കിലും ഉണ്ടാവും, അതുകൊണ്ടാണ് ചോദിച്ചത്. അതറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ രണ്ടുപേരിൽ അപകടത്തിലുള്ളപ്പോ അല്ലേ? ഇവരൊക്കെ അവധിക്കല്ലേ വരുള്ളൂ. അതറിയാൻ വേണ്ടി ചോദിച്ചതാ. ഉണ്ണിക്ക് തന്നെ വാങ്ങിച്ചു വെക്കണം അല്ലെങ്കിൽ ഉണ്ണിക്ക് തന്നെ വേണം എന്നുള്ളൊരു നിശ്ചയ സ്വഭാവം ഉണ്ടോന്നറിയാൻ വേണ്ടിയിട്ട് ചോദിച്ചതാ. കൊടുത്തോ? നീ 9 പിടി മണ്ണ് കൊടുത്തോ? ഇതാ കൊടുത്തോ. വിഷ്ണുമായ ജഗദ്ഗുരു